ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അസോസിയേഷനാണ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ എന്നാണ് എൻ്റെ വിനീതമായ ഒബ്സർവേഷൻ. അതിനൊരു കാരണം കൂടി പറഞ്ഞാൽ, ക്രിസ്മസ് മെസ്സേജ് കൂടി ഞാൻ പറയുവാനായിട്ട് എന്നോട് സൂചിപ്പിച്ചതുകൊണ്ട്, ഈ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന പല കാര്യങ്ങൾ പങ്കുവയ്ക്കാമെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ദൈവം മനുഷ്യൻ്റെ ചരിത്രത്തിൽ കടന്നു വരുന്നതാണ് ക്രിസ്മസിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇതിനൊരു ചരിത്രം തന്നെയുണ്ട്. ബൈബിളിൽ പഴയ നിയമത്തിൽ തന്നെ യഹൂദരുടെ ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പുതിയ നിയമത്തിലുള്ള ക്രിസ്തുവിൻ്റെ ഈ തിരുപ്പിറവി. അപ്പോൾ പ്രവാചകന്മാർ യഹൂദ ജനതയോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു രക്ഷകനെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട്, ഒരു പ്രതീക്ഷ അവർ നൽകുന്നുണ്ട്. അതിൽ ഒരു വാക്യം ഇതാണ്, ഒരു പ്രവാചകന്റെ വചനം ഇതാണ്: കാലത്തിൻ്റെ തിരുവിൽ കന്യകയിൽ നിന്ന് ഒരു രക്ഷകൻ പൂജാതനാണ്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എനിക്ക് ഇന്ന് ഈ സമൂഹത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത് പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയാമെങ്കിൽ അത് ദൈവം നമ്മോടുകൂടെ നമ്മിൽ ഒരാളായി ഒപ്പമുണ്ട് എന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അസോസിയേഷൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തികളാണ്. വിഭിന്നങ്ങളായ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ മെമ്പേഴ്സായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ ജീവിത പരിചയവും ജീവിത അനുഭവങ്ങളുമുള്ള അതാത് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരൊറ്റയ്ക്കല്ല, കൂടെ ആരോഗ്യമുണ്ട്. ആ തരത്തിലുള്ളൊരു അനുഭവം എവിടെയൊക്കെ കൈമാറപ്പെടുന്നുവോ, എവിടെയൊക്കെ അത് സജീവമായി പരിപോഷിപ്പിക്കപ്പെടുന്നുവോ, അവിടെ ക്രിസ്മസിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശമുണ്ട്: ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ആരൊക്കെയോ നമുക്ക് വേണ്ടി കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവമാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് മറ്റൊരു വ്യത്യസ്തമായ അനുഭവമാണ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ്റെ ഈ ക്രിസ്മസ് ഗെറ്റ് ടുഗദർ. അപ്പോൾ ആ അർത്ഥത്തിൽ ജീവിതത്തിൻ്റെ നല്ലൊരു കാലം ഔദ്യോഗിക ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിൽ സേവനം ചെയ്ത് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തുമ്പോൾ നമ്മൾ ആരും ഒറ്റയ്ക്കില്ല. ഒരു വിശ്വാസം എന്നുള്ള നിലയിൽ ഈ ക്രിസ്മസ് എനിക്ക് പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സന്ദേശം: ദൈവം എന്നോടൊപ്പം, എന്നോട് കൂടെയുണ്ട്. എൻ്റെ ജീവിത യാത്രയിൽ അവൻ എനിക്ക് സഹായകനായി, സുഹൃത്തായി, സ്നേഹിതനായി, വഴികാട്ടിയായി, എൻ്റെ രക്ഷകനായി കൂടെയുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ഈ ക്രിസ്മസ് നൽകുന്നത്. അത് നമ്മുടെ ഈ അസോസിയേഷനിലെ ആളുകൾക്ക് എത്രത്തോളം അനുഭവേദ്യമാക്കാം, അതതിൻ്റെ സജീവതയിൽ ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്നതിൽ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ന്യൂസ് ലെറ്റർ വായിച്ചു. എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാര്യങ്ങൾ നിങ്ങളുടെ കൂടിവരവുകളിൽ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് തന്നെ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തികളുടെ ഒരു സംഘം ചേരലാണ് ഇവിടെ നടക്കുന്നത്. സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ന്യൂസ് പേപ്പറിൽ കണ്ടു. മുതിർന്നവർക്കും ഈ സമൂഹത്തിന് എന്തൊക്കെയോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർ, കുട്ടികൾ അവിടെ മുന്നിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ ചലഞ്ചായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മന്ത്ലി ഗാദറിങ്ങുകളിൽ പാർട്ടിസിപ്പേഷൻ ഒരല്പം കുറവാണ് എന്നുള്ള തരത്തിൽ സെക്രട്ടറി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ മാസത്തെ റിപ്പോർട്ടിൽ എനിക്ക് തോന്നുന്നു ഉല്ലാസയാത്ര പോയതൊക്കെ അതിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ടു. ഒരർത്ഥത്തിൽ നമ്മുടെ UN ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടെത്തിയ ആരോഗ്യ പ്രശ്നം ഏകാന്തതയാണ്. നോബൽ പ്രൈസ് വിന്നറായ മദർ തെരേസ, കൽക്കത്തിലെ മദർ തെരേസ അവരുടെ ജീവിതകാലത്ത് തന്നെ അന്നേ പറഞ്ഞു, മനുഷ്യർ നേരിടുന്ന ഏറ്റവും ദുഃഖകരമായ അനുഭവം ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ അന്വേഷിക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്ന ഒരു അനുഭവമാണ്. അതുതന്നെയാണ് ഇന്ന് UN പോലുള്ള സംഘടനകൾ, ആരോഗ്യ സംഘടനകൾ തുറന്നു പറയുന്നത്.
അങ്ങനെയുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ അസോസിയേഷൻ, സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ, അതിൻ്റെ ഭാരവാഹികൾ വളരെ ആത്മാർത്ഥമായ ഒരു ഉത്തരവാദിത്വം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതതിൻ്റെ സജീവതയിൽ നിലനിർത്തുവാനായിട്ട് അവർ ചെയ്യുന്ന സേവനങ്ങളെയും ആദരവോടുകൂടി കാണുകയും ഇതിൽ കൂടുതൽ പേര് പങ്കെടുക്കുവാൻ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ ക്രൈസ്തവ കാഴ്ചപ്പാടിലുള്ളത് അവരെവിടെയായിരിക്കുന്നു ആ ഇടങ്ങളിലേക്ക് പോയി അവരെ സന്ദർശിക്കുക. ഞങ്ങളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നൊരു കാര്യം വിസിറ്റ്, ഹൗസ് വിസിറ്റ്, ഫാമിലി വിസിറ്റ്, അങ്ങനെയുള്ള അനുഭവങ്ങൾ സാധിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ ടീമായി രൂപീകരിച്ച് എൻറോൾ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് ഒരുപക്ഷെ വരാൻ താല്പര്യം കാണുമായിരിക്കും. എന്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല? അവരെ അന്വേഷിച്ച് പോകുന്ന, അവരെ തേടി പോകുന്ന ആ ഡയമെൻഷനും ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ അസോസിയേഷൻ്റെ പരിപാടികളുടെ ഭാഗമാകുന്നത് നല്ലതാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്രിസ്മസ് തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഒരു ഡിസെൻഡിങ് ഫേസ് അതിനകത്തുണ്ട്. ഒരു അവരോഹണക്രമം, ആരോഹണത്തിൻ്റെ ശൈലികളും രീതികളുമാണ് പൊതുസമൂഹത്തിൽ, രാഷ്ട്രീയ മേഖലയിലെല്ലാം കാണുന്നത്. ഇത് ഏറ്റവും താഴ്ന്നവനായി ഇറങ്ങി വരുന്ന ഒരു പ്രതിഭാസമാണ് ക്രിസ്മസിൽ കാണുന്നത്, ഒരു ഡിസെൻഡിങ്. ജീവിതത്തിൻ്റെ ഉന്നതമായ തലങ്ങളിൽ സേവനം ചെയ്ത നാം ഇന്ന് ഈ അസോസിയേഷൻ്റെ ഭാഗമായി അംഗങ്ങളായി മുന്നോട്ട് പോകുമ്പോഴും നമ്മുടേതായ രീതിയിൽ ഈ സമൂഹത്തിലുള്ളവർക്ക്, ഇതിൻ്റെ അംഗങ്ങളായുള്ളവർക്ക് നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പിൻബലം, നിങ്ങളുടെ പ്രോത്സാഹനം, ആരൊക്കെയോ കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവം, അതുതന്നെയാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഒറ്റയ്ക്കല്ലാതാണ്, നമ്മളോടൊപ്പം ദൈവമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അത് അനുഭവമാക്കുന്ന പ്രക്രിയയിൽ അത് മനുഷ്യരിലൂടെയാണ് നടക്കുക. ദൈവം മനുഷ്യനായി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനുഷ്യരിൽ ഇനി ദൈവത്തെ കാണുക, ദൈവത്തെ സേവിക്കുക എന്നതാണ്. ഈ അസോസിയേഷൻ സോഷ്യൽ സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഇത് തന്നെയാണ് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നത്. മനുഷ്യരിൽ ദൈവത്തെ കാണുക, ദൈവത്തെ കേൾക്കുക, അവർക്ക് സേവനം ചെയ്യുക. ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും ഈ ക്രിസ്മസിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവവും ഇതിൻ്റെ ഭാഗമാകുവാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you very much, sir, for your inorbling speech on Christmas and its message in a very nice manner, and we were able to understand exactly the message of the Christmas, and we are very much thankful to you